ഗൈസ് നമ്മൾ വീണ്ടും വന്നിരിക്കുകയാണ്. കഴിഞ്ഞവിടെ നമ്മൾ വണ്ടിയൊക്കെ പോയി പോലീസ് സ്റ്റേഷനിൽ നിന്ന് മോഷിച്ചു. നമ്മൾ രാവിലെ തന്നെ എണീച്ച് എക്സസൈസ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരിക്കലും ഫോൺ ഗൈസ് നമ്മുടെ ഇൻ്റർവ്യൂ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഒന്നും നോക്കിയില്ല, നേരെ പോയി കുളിച്ച് ഡ്രസ്സ് മാറ്റി. നമ്മുടെ ഈ ഫോണാണെങ്കിൽ നമുക്ക് നമ്മുടെ പോലീസിൽ നിന്ന് തന്നതാണ്. നമുക്കൊരു ഫോൺ കിട്ടിയില്ല, മാജിക് ഫോൺ. അപ്പോൾ എനിക്ക് പോലീസ് സ്റ്റേഷനിൽ നിന്ന് കിട്ടിയതാണ്. പിന്നെ ഗൈസ് ഇൻ്റർവ്യൂ എവിടെയാണെന്ന് വെച്ചാൽ നമ്മുടെ പഴയ വീടില്ലേ, അല്ല പഴയ വീടല്ലേ, ഈ എടുത്ത് മേടിച്ചൊരു വീടില്ലേ, അവിടെ നിന്ന് നമുക്ക് അതിൻ്റെ വീടിൻ്റെ അടുത്തൊരു നമ്മൾക്ക് സൂപ്പർ മാർക്കറ്റ് ഉണ്ട്. അവിടെയാണ് നമുക്ക് ഇൻ്റർവ്യൂ പറഞ്ഞത്. നമുക്കൊന്ന് വേഗം ഇൻ്റർവ്യൂവിലേക്ക് പോയി ഇൻ്റർവ്യൂ ആണ്, വേഗം പോകണം. ഇൻ്റർവ്യൂവിന് പാസ്സായാൽ മതിയായിരുന്നു. നമുക്കൊരു 1,00,000 രൂപയും ചോദിച്ചു നോക്കാം സാലറി. നമ്മൾ 5 ലക്ഷം രൂപ ബസ് ജോലി നമ്മൾ പറഞ്ഞു വിട്ടു. അതൊന്നും പറഞ്ഞിട്ടേ നിങ്ങൾ എന്താ വെച്ചാൽ നമ്മൾ ബസ് ജോലിയിൽ നിന്നൊക്കെ അവിടെ പുതിയ ആൾക്കാരൊന്നും നമ്മളന്ന് പ്രശ്നമൊക്കെ ഉണ്ടാക്കില്ല. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് പറഞ്ഞു വിട്ടു നമുക്ക് ബസ് ജോലിയില്ല. അപ്പോൾ നമുക്ക് അവിടെ പോയി ചോദിച്ചു നോക്കാം ഇൻ്റർവ്യൂവിൻ്റെ കാര്യം. നോക്കട്ടെ, നിർത്തിയിട്ട് ചോദിച്ചു നോക്കാം. ഞാൻ പോട്ടെ. ഇന്റർവ്യൂ വന്നിരിക്കൂ. ഓക്കെ സാർ, ഇരിക്കാം. ഈ ജോലിയെ കുറിച്ച് താങ്കൾക്ക് എന്തൊക്കെ അറിയാം? ഇത് നല്ല ജോലിയാണ്. നമുക്കിവിടെ നമ്മളെ കസ്റ്റമേഴ്സിന് വെൽക്കം ചെയ്യണം, ട്രീറ്റ് ചെയ്യണം. പിന്നെ ഒരു മാസം എത്ര സാലറി വേണം താങ്കൾക്ക്? 1,00,000 രൂപ മതിയാവും. എന്ത് 1,00,000 രൂപ? കുറഞ്ഞു ഇന്റർവ്യൂവിന് കേറില്ല, അപ്പത്തേക്ക് 1,00,000 രൂപ സാലറി. എന്താ സാർ കുഴപ്പം? ഇന്റർവ്യൂവിന്റെ സ്പെല്ലിംഗ് പറ. INTDRY. ഇറങ്ങിപ്പോടെ ഇവിടുന്ന്. എന്താ സാർ? അമ്മേ, ഇയാളോട് 1,00,000 രൂപ ചോദിച്ചുള്ളൂ. അയാളോട് ചോദിച്ചത് അയാളുടെ സ്വത്തും പണം മൊത്തം ചോദിച്ചെന്ന് അയാളുടെ വിചാരം. അയാളുടെ പാട്ട് ചൊല്ലിയൊന്നും എനിക്ക് വേണ്ട. ഒരു പേട്ട് സൂപ്പർ മാർക്കറ്റ് എനിക്ക് എന്താ പിള്ളേ? ഞാൻ പറഞ്ഞൊക്കെ കറക്റ്റല്ലേ? ഇൻ്റർവ്യൂവിൻ്റെ സ്പെല്ലിങ് വരെ കറക്റ്റാണ്. അപ്പോൾ എന്നെ തല്ലിക്കൊല്ല, എന്നെ തല്ലി ഓടിച്ചു ഗൈസ്. എൻ്റെ പകുതി അയാൾക്കുള്ളത് റിവെഞ്ച് നിങ്ങൾ കൊടുക്കണുണ്ട് ഗൈസ്. എന്നുവെച്ചാൽ ലൈക്ക്. അയാളുടെ വിചാരം എൻ്റെ ചാനലിൽ ഒരു ലൈക്കും കിട്ടില്ല. നിങ്ങളൊക്കെ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് നോക്കട്ടെ. ആർക്കൊക്കെ ഞാൻ പറഞ്ഞ് മനസ്സിലായിന്ന്. ഗൈസ്, ഞാൻ റോബ്ലോക്സ് കളിക്കണമെന്ന് ഞാനൊരു ഓട്ടോ ചോദിച്ചായിരുന്നു. ഒന്ന് പറയണേ. ഇതേ നമ്മുടെ വണ്ടി എടുക്കുന്നു. നമുക്കെന്താ വണ്ടി എടുത്ത് പോവാ. എന്തായാലും നമുക്ക് കുറച്ച് നേരം കൊണ്ട് ടൈമുണ്ട്. എന്നുവെച്ചാൽ നമുക്കൊരു രാത്രി കുറച്ച് നേരം കൂടെ ഉണ്ട്. നമുക്കൊരു ബീച്ചിലൊക്കെ പോയി നീന്തിത്ത് വരും. എന്തായാലും ഇന്ന് വേറൊന്നും ചെയ്തില്ലല്ലോ. 2 പേരും പോയി ബോറടിച്ച് തിരിച്ചറിയല്ലേ. പോയിട്ട് സാറാണെങ്കിൽ തന്നൂല. അത് മേഘമാണ് സാറായിരുന്നു. കേട്ടപ്പോൾ പെണ്ണുങ്ങളെ പോലത്തെ. എന്തായാലും നമുക്ക് വണ്ടി അവിടെ തെറിച്ച് പോയി. നമുക്ക് വണ്ടി എടുത്ത് വേഗം പോവാം. അയ്യോ, വണ്ടി അങ്ങോട്ട് തെറിച്ച്. എൻ്റെ ഡ്രൈവിംഗ് സ്കില്ല് എങ്ങനെയുണ്ടെന്നൊന്ന് പറയണേ. കമൻറ്റ് ബോക്സിൽ ഒന്ന് പറയണേ. എൻ്റെ ഡ്രൈവിംഗ് സ്കില്ലുണ്ടത് എങ്ങനെയാണ് എനിക്ക് പോലും അറിയില്ല. 9 ഡ്രൈവിംഗ് അല്ലേ എൻ്റെ ബസ്സിലെ മെച്ചൻ്റെ വീഡിയോ കണ്ടവർക്ക് എല്ലാവർക്കും അറിയാം എൻ്റെ ഡ്രൈവിംഗ് സ്കില്ല്. അത് ഞാൻ ഡിലീറ്റ് ചെയ്തല്ലോ. നമുക്ക് വേഗം ബീച്ചിൽ ഈ ഇവിടെ ഇരുന്ന ബീച്ച് കറക്റ്റ് എനിക്ക് അറിയില്ലായിരുന്നു. ഞാൻ ഈ ബീച്ചിലേക്ക് ഇങ്ങനെ വന്നിട്ടില്ല. ഷോക്കട്ടുണ്ടെന്ന് കേട്ടായിരുന്നു. ഇങ്ങനെ പോയി ഷോക്കട്ടുണ്ടെന്ന് കേട്ടോ. നമുക്കെന്നാൽ ഷോക്കട്ട് വഴി പോവാം. ഇതേപോലത്തെ ചുറ്റി പോവാം. എന്തായാലും ഇവിടെ നേരെ പോയിട്ട് ഒറ്റ ഡ്രിഫ്റ്റ് ചെയ്ത് നിർത്താം. അതാണ് ഞാൻ പ്രൊഫഷണൽ ഡ്രൈവറാണ്. നിങ്ങളുടെ ഡ്രൈവിംഗ് സ്കിൽ എങ്ങനെയാണെന്നൊന്ന് കമൻറ്റ് ചെയ്യണം. നമുക്കെന്തായാലും വേഗം പോയി ഡ്രസ്സൊക്കെ മാറ്റി ഇതുകൊണ്ട് പോയി നീന്താനായിട്ട്. ഉള്ളിൽ ബനിയൻ ദിവസമൊക്കെ കണ്ടോ. ഞാൻ എക്സസൈസ് ചെയ്ത് ജിമ്മിൽ പോകണമെന്നല്ലേ ഉള്ളൂ. അതുകൊണ്ട് എൻ്റെ മസിൽസ് ഉണ്ടോ. ഞാൻ പോയി നീന്തട്ടെ. ചാടി പെട്ടെന്ന് പോവാം. ഈ ചാട്ടം നിങ്ങൾ ഏതെങ്കിലും വീഡിയോ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും ഗെയിം പ്ലേയിൽ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് പറയണമേ.
എൻ്റെ എല്ലാ വീഡിയോസും പെട്ടെന്ന് കാണുന്നവർക്കറിയാം ഇത് എവിടെ ചാടുകയെന്ന്. നമുക്ക് എന്തായാലും വേഗം നീന്താം. ഗൈസ് നിങ്ങളൊരു കാര്യം ചോദിക്കുന്നുണ്ട്, നമ്മൾ ഇന്ത്യൻ ബൈക്ക് റോബ്ലോക്സ് ഒക്കെ കളിക്കണമെന്ന്. നമുക്ക് നീന്തട്ടെ, കുറേ നീന്തിയിട്ട്. നമ്മളന്ന് റിസോർട്ടിൽ പോയപ്പോൾ നീന്തിയതോ അതുകൊണ്ടോ സോംബി അന്ന് നീന്താൻ പോയപ്പോൾ ഇറങ്ങി അന്ന് നീന്തിയതാ.